അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞു അല്ലേ? അതെ. ഏതെങ്കിലും ചിലരൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി എന്ന് കരുതി ഏതെങ്കിലും ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളെ അടുപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതെ. ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ആശാനാഥ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങളുമായി അടുത്ത് നിൽക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അപ്പോൾ അവർ തന്നെ നമ്മളെ കൂടെ നിർത്തും, ചേർത്ത് നിർത്തും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പൊളിറ്റിക്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇങ്ങനെ വരണമോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാരണം നമുക്ക് നല്ല കഴിവുള്ള യുവത്വം വേണം പൊളിറ്റിക്സിൽ. അതെ. ഈ അഹങ്കാരികളെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെയാണ്. അഴിമതിക്കാരെ അല്ല നമുക്ക് വേണ്ടത്. സത്യസന്ധരെയാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാവരും പൊളിറ്റിക്സിൽ വരണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവർക്കും പൊളിറ്റിക്സ് വേണം. പല കുട്ടികളും ചോദിക്കും എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, വ്യക്തമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയണം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ വിഷയങ്ങളും ഒക്കെ തന്നെ നമ്മൾ പഠിക്കണം, അവരോടൊപ്പം നിൽക്കണം. ഇതിനൊരു അഹങ്കാരമോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിന് എനിക്ക് ഒരു പൊളിറ്റീഷ്യൻ ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എങ്ങനെ, കാരണം ഒരു സാധാരണ ജനങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരാളായിരിക്കണം ഒരു പൊളിറ്റീഷ്യൻ. അത്രേ ഉള്ളൂ. അവർക്ക് ഇങ്ങനെ അവർ ഈ ഒരു ക്വാളിറ്റീസ് വേണം അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറാൻ ഭയങ്കര പ്രയാസമാണ്. അതെ, അതാണ് വേണ്ടത് അല്ലേ? അതാണ് വേണ്ടത്. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഈ വിവാദങ്ങളെ നേരിടുക, പരാതികളെ നേരിടുക, അത് പ്രത്യേക ഒരു കഴിവ് വേണം, എക്സ്പീരിയൻസും വേണം അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാലം കൂടി വരാൻ പോവുകയാണ്. വിവാദങ്ങൾക്കൊട്ടും കുറവില്ലാതിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയാസിൽ പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് അങ്ങനെയാണ്. ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ ഇതെല്ലാം നമുക്ക് ഡൗൺ ആവും. ഒരുപാട് നെഗറ്റീവ്സിന് വരാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ്സിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വിഷമിക്കാനും പാടില്ല. പോസിറ്റീവ്സ് കൂടുതൽ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാനും പാടില്ല എന്ന് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്ന ശേഷമാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇനി തീർച്ചയായിട്ടും നഗരസഭ നമുക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു പദവിയിലാണ് ഇരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ മാസം തോറും നമ്മൾ ഓരോ ദിവസം കഴിയുന്നവരും പ്രതീക്ഷിക്കേണ്ടത് എന്ത് വേണം ഇന്ന് വരാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും കാരണം എന്തിനും നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് തന്നെയായിരിക്കും ഇന്ന്. അതുകൊണ്ട് എന്ത് വേണം പ്രതീക്ഷിക്കാൻ നമ്മൾ വളരെ കെയർഫുള്ളോടുകൂടി തന്നെയാണ് പോകുന്നത്. ഇലക്ട്രിക് ബസിന്റെ കാര്യം വരുന്നു. ഇലക്ട്രിക് ബസ് നഗരസഭയിൽ തന്നെ ഓടണം എന്ന് തന്നെയാണ് നമ്മുടെ പാർട്ടി തീരുമാനം. അതിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. കാരണം നമ്മുടെ നഗരത്തിലുള്ളവർക്ക് നമ്മുടെ മേയർ സൂചിപ്പിച്ചത് തന്നെയാണ്. അത് ശരി. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ വി കെ പ്രശാന്ത് അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് തുടർ വിജയം നേടി വരികയാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിവാദം ഉണ്ടാക്കുകയാണ് എന്നാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുവന്നാണോ ഈ കെട്ട വിവാദം? ഇത് ആരാ കൊണ്ടുവന്നേ? ഇത് മാഡം ഒരു മോനെ പോലെ വിളിച്ച് സംസാരിച്ച ഒരു വിഷയം, മാഡം പേഴ്സണലി വിളിച്ച് സംസാരിച്ചൊരു വിഷയം ഇത്രയും വിവാദമാക്കി കൊണ്ടുവന്നത് നമ്മളാരുമല്ല. അപ്പോൾ ആരാണ് പേഴ്സണലി ടാർഗറ്റ്? നമ്മളാരും അല്ല. പുള്ളിക്കാരന് അങ്ങനെ തോന്നി, ഇത് ഇങ്ങനൊരു വിഷയമാക്കണമെന്ന് തോന്നി. ഇപ്പോൾ പുള്ളിക്കാരന് തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കെല്ലാം മനസ്സിലായത്.